ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലപ്പുഴയാണ് കേട്ടോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ആദ്യം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീ ആർപ്പുക്കർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞാനും കണ്ണൻചേട്ടായും ജിഷ്ണുവും പിന്നെയുള്ള ജിത്തുവാണ്. ജിത്തു ക്യാമറ എടുക്കുന്നതുകൊണ്ട് ആ വശത്തേക്കേ നോക്കത്തില്ല, അതുകൊണ്ട് നേരെ അതിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞങ്ങൾ കോട്ടയം ടൗൺ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാണ്ട് സ്ഥലം വരുന്നത് കോട്ടയം മെഡിക്കൽ കോളിന് അടുത്തായിട്ടാണ്. അവിടുന്ന് അമ്പലപ്പുഴ വരെ 58 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കോടിമാതി എത്തി. അവിടുന്ന് ഫുൾ ടാങ്ക് ഡീസലെല്ലാം അടിച്ച് അവിടുന്ന് നേരെ അമ്പലപ്പുഴ. ഇടിഞ്ഞിൽ നിന്ന് റൈറ്റ്, അവിടുന്ന് നേരെ പോയി കാവുംഭാഗത്ത് നിന്ന് വീണ്ടും റൈറ്റ്, അവിടുന്ന് നേരെ എടത്വാ റൂട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ചങ്ങനാശ്ശേരി ആയപ്പോൾ ഒരു അത്യാവശ്യം നല്ല മഴയായി. പെട്ടെന്ന് വണ്ടിയുടെ വൈപ്പർ സ്റ്റക്കായി പോയി. ഞങ്ങളെല്ലാവരും ചേമ്പല അന്വേഷിക്കുകയായിരുന്നു. അവസാനം ചേമ്പല കിട്ടി. ആ ചേമ്പലയാണ് ജിത്തു ചറങ്ങം പറഞ്ഞിട്ട് തുടയ്ക്കുന്നത്. അങ്ങനെ കാവുംഭാഗം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചക്കുളത്തുകാവ് എത്തി. അമ്പലത്തിനകത്ത് കയറി തൊഴാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. കാരണം സമയം പോകുന്ന ഓർത്തുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുത് കാണിക്കിട്ട് തിരിച്ചിറങ്ങി. കാരണം അമ്പലപ്പുഴയിൽ എപ്പോഴാണ് സമയം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മഴ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ജിത്ത് വേഗം വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തി. ഞങ്ങളിതാ ഈ വഴിയിലൂടെയാണ് അമ്പലത്തിലേക്ക് കയറിയത്. കാരണം അമ്പലത്തിൻ്റെ മുൻവശം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. 8:30 ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇവിടുത്തെ അമ്പലക്കുളം കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അമ്പലക്കുളത്തിനകത്ത് ഞങ്ങൾ ഇറങ്ങി കാലൊക്കെ കഴുകി. ഇഷ്ടം പോലെ മീനുകളെയും കാണാമായിരുന്നു. ഈ നിൽക്കുന്നത് തൊഴാനുള്ള ക്യൂ ആണ്. ഈ കാളക്കൂട്ടൻ എല്ലാവരുമായിട്ട് കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ക്ഷേത്രത്തിന്റെ ദർശന സമയം വരുന്നത് വെളുപ്പിന് 3 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയാണ്. വൈകിട്ട് 5 മണി തൊട്ട് 8 മണി വരെ. അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് തൃക്കൈ വെണ്ണയും ത്രിമധുരവും. പിന്നെ നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ പാൽപ്പായസവും. ഞങ്ങൾ വെളുപ്പിന് 6:30 ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തൊഴുത ഉടനെ തന്നെ ഞങ്ങൾ അമ്പലത്തിന് മുന്നിലുള്ള ആര്യാസി കയറി. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് നടന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പാൽപ്പായസത്തിന് വേണ്ടി രസീത് എടുക്കാൻ നിൽക്കുന്നവർ 9 മണിക്ക് മുമ്പ് വന്ന് ക്യൂ നിൽക്കുവാണെങ്കിൽ അവർക്ക് 10 മണിയാകുമ്പോൾ രസീത് കിട്ടും. അങ്ങനെ രസീത് കിട്ടുന്നവർക്ക് 1 ലിറ്റർ പാൽപ്പായസമാണ് കിട്ടുന്നത്. ആ 1 ലിറ്ററിന്റെ വില വരുന്നത് 240 രൂപയാണ്. ഒരാൾക്ക് 1 ക്യാൻ പായസമാണ് കിട്ടുന്നത്. ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വന്നപ്പോഴേക്കും കൗണ്ടർ ക്ലോസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കണ്ട ക്യൂ ആണിത് കേട്ടോ. പിന്നെ ഞങ്ങൾ 10:30 തൊട്ട് ക്യൂ നിന്നിട്ട് ഞങ്ങൾക്ക് പായസം കിട്ടിയത് 2 മണി കഴിഞ്ഞപ്പോഴാണ്. ഭഗവാന്റെ നിവേദ്യ സമയം കഴിയുന്ന 1 മണിക്കാണ്. നടയടച്ച ശേഷമാണ് കൗണ്ടർ തുറക്കുന്നത്. 10:30 കഴിഞ്ഞ് കിട്ടുന്ന റെസിപ്റ്റിന് ഒരാൾക്ക് 1/2 ലിറ്റർ പായസമേ കിട്ടത്തുള്ളൂ. ഇതാണ് റെസിപ്റ്റ്. എൻ്റെ കൈ ഇരിക്കുന്നതാണ് 1/2 ലിറ്റർ പായസം. ഈ പായസത്തിന് വില വരുന്നത് 120 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ.